കൂട്ടുകാരെ, നമുക്കിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ പഠിക്കാം. മലയാളത്തിലെ കാലം. ആദ്യം എന്താണ് കാലം എന്ന് നോക്കാം. ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തിനെ കുറിക്കുന്നതിനായി ക്രിയാധാതുവിന്റെ രൂപത്തിന് വരുത്തുന്ന മാറ്റത്തിന് കാലം എന്ന് പറയുന്നു. ക്രിയ നടക്കുന്നത് എപ്പോഴാണെന്ന് കാണിക്കാൻ കാലം ഉപയോഗിക്കുന്നു. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ കാലം 3 വിധം. ഒന്നാമതായി ഭൂതകാലം. ഒരു ക്രിയ നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് ഭൂതകാലം. ഭൂതകാലത്തെ കുറിക്കുന്നതിനുള്ള പ്രത്യയങ്ങൾ ഈ, തു എന്നിവയാണ്. കൺ എന്ന ധാതുവിനോട് തു ചേർക്കുമ്പോൾ കൺ പ്ലസ് തു = കണ്ടു എന്ന ഭൂതകാല രൂപം കിട്ടുന്നു. മറ്റുദാഹരണങ്ങൾ കേട്ടു, ഇളകി. കേൾ പ്ലസ് തു = കേട്ടു. ഇളകു പ്ലസ് ഇ = ഇളകി. രണ്ടാമതായി വർത്തമാനകാലം. ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് വർത്തമാനകാലം. ഉണ്ണു എന്നതാണ് വർത്തമാനകാല പ്രത്യയം. ചിലതിന് ഇക്കു പോലുള്ള ഇടനിലയും ചേർക്കണം. ഉദാഹരണം: കാണുന്നു, എഴുതുന്നു, ചിരിക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു മുതലായവ. മൂന്നാമതായി ഭാവികാലം. ഒരു ക്രിയ നടക്കുമെന്ന് കാണിക്കുന്നത് ഭാവികാലം. ഉ, ഉ എന്നിവയാണ് ഭാവികാല പ്രത്യയങ്ങൾ. ഉദാഹരണം: ഇരിക്കും, എഴുതും, ചിരിക്കും, കാണും, വരൂ, നടൂ എന്നിവ.